എൻ്റെ ചെറുപ്പകാലത്ത് നമ്മൾ രാത്രി 12 മണിക്ക് ശേഷമാണ് ഈ കണി ഒരുക്കൽ, അമ്മയും അമ്മൂമ്മയൊക്കെ ചേർന്ന്. ഇപ്പൊ രാവിലെ നമ്മളെ ഉണർത്തിയിട്ട് കണ്ണു പൊത്തി കൊണ്ടുവന്ന് ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ ആ കൃഷ്ണന്റെ വിഗ്രഹവും ഈ വെളിച്ചവും ഈ ചന്ദനത്തിരിയും, പിന്നെ നമുക്ക് ഒരു ആഹാരപ്രിയനാണല്ലോ, ഈ പഴവർഗ്ഗങ്ങളൊക്കെ കാണുമ്പോൾ ഉള്ള കൊതിയും, അതൊരു അനുഭവമാണ്. അരകുന്നപ്പൂവും ഒരു മൊത്തത്തിലൊരു ഐശ്വര്യത്തിന്റെ ദിനമാണല്ലോ. അപ്പൊ അത് ഇപ്പൊ അതൊന്നും ഇല്ലടാ. അത് നമ്മൾ ചെന്നൈയിലാണ്. അപ്പോൾ അത് വിഷു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കണി വയ്ക്കാറുണ്ട്. എന്നാലും അതിൻ്റെ ഒരു പഴയ ഒരു വികാരമില്ല. ഇല്ല, അത് ശരിയാട്ടോ. അതെ, അതിപ്പോ എന്റെ അമ്മയും പറയും. കൈനീട്ടൊക്കെ ഒരുപാട് കളക്ട് ചെയ്യാറുണ്ടായിരുന്നു പണ്ട്. കിട്ടും അതാണല്ലോ. അതില്ലായിരുന്നു എനിക്ക് കാര്യം. കാശ് വിട്ടിട്ട് എനിക്ക് എന്ത് കാര്യം? അത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ, കളിപ്പാട്ടങ്ങളോ എന്തെങ്കിലും ആണ് അന്ന് താല്പര്യം. ക്യാഷിനോട് അന്ന് ഒരു താല്പര്യമില്ല. നമ്മൾക്ക് എന്തിനാ ഇതെല്ലാം കൂടെ മേടിച്ചു വെച്ചിട്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കൈനീട്ടവും അല്ലാതെ അച്ഛൻ്റെ പേഴ്സിനകത്ത് നിന്ന് കൈയിട്ടെടുത്ത പൈസ എല്ലാം കൂടെ ആരും അറിയാതെ ഇത് സൂക്ഷിച്ചു വെച്ചതാ. പഴയ കുട്ടിക്കൂറ പൗഡറിന്റെ അത് തുറന്ന് അതിനകത്ത് എല്ലാം ഇട്ടിട്ട് കുഴിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോ 8 പുഴു. അപ്പൊ അത് അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. അത് പോട്ടെ, അത് പോട്ടെ. അതൊരു എല്ലാവരും ആ കുട്ടിക്കാലത്തുള്ളതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി. നമ്മളിപ്പോൾ വിഷു ആഘോഷിക്കുന്നുണ്ടെങ്കിലും അന്നുണ്ടായിരുന്നതാണ്. അത് മേ ബി ഞാൻ ചെറുതായിരുന്നുകൊണ്ടായിരിക്കും. അതെ, ഓക്കെ. ഷാനിക്ക, എങ്ങനെയാണ് ഷാനിക്കയുടെ വിഷു ആശംസകൾ? എനിക്കും ഈ പറഞ്ഞ ഒരു സ്കൂൾ കോളേജ് ടൈമിലുള്ള ഓർമ്മകളാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം ആ സമയത്ത് നമ്മുടെ ആ ചുറ്റുവട്ടത്തുള്ള ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഈ പറഞ്ഞ പടക്കം പൊട്ടിക്കലും സദ്യ പരിപാടികളൊക്കെ. അപ്പൊ ആ സമയത്ത് കൈനീട്ടം തരുമായിരിക്കുമല്ലോ. പിന്നെ ഉറപ്പായിട്ട് അവിടുത്തെ മുതിർന്ന ആളുകളൊക്കെ. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര സുഖമുള്ളൊരു ഓർമ്മയാണ് അത്. കാരണം അത് സ്കൂൾ കോളേജ് കാലം, വേറെ ഒന്നും ചിന്തിക്കണ്ടല്ലോ നമുക്ക്. അപ്പൊ അത് ഭയങ്കര രസമുള്ള. പിന്നെ ഇപ്പം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വിഷു ആഘോഷം എന്നൊക്കെ പറയുന്നത് ഷൂട്ടിംഗ് ഫ്ലോറിലാണ് മെയിൻ ആയിട്ട് ഷൂട്ടിംഗ് ഫ്ലോറിൽ. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ വെറുതെ വാട്സാപ്പില് സ്റ്റാറ്റസ് മെസ്സേജസ് നോക്കിയാൽ മതി, എല്ലാം കണിയായിരിക്കും. വിഷു ആശംസകൾ എല്ലാത്തിനും. അപ്പൊ അങ്ങനെ യൂണിവേഴ്സൽ ആയിട്ട് അങ്ങനെ ഒരു മതം ബേസ് ചെയ്തിട്ടല്ലാതെ എല്ലാവരും കൂടെ ആഘോഷിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സെലിബ്രേഷൻ. അതെ. ശരത് സാർ, പാട്ട് ഓർമ്മകൾ, വിഷു പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ശരത് സാറ്? കൃഷ്ണന്റെ പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. അത് വിഷു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. പക്ഷേ ക്രിസ്മസിന് നമ്മളെ ഞെട്ടിച്ചു ശരത് സാറ്. അതുപോലെ വിഷുവിനും ഒരു കൈനീട്ടം പ്രതീക്ഷിക്കാമോ? സ്പെഷ്യൽ കമ്പോസിഷൻ ഓഫ് യോഴ്സ്? ഡെഫിനറ്റ് ആയിട്ട്. അമൃത ടിവിക്ക് വേണ്ടി, സൂപ്പർ സ്റ്റാറിന് വേണ്ടി ഇതാ ശരത് സാറിന്റെ കൈനീട്ടം. ഇപ്പോൾ വരുമായിരിക്കും. കുറച്ച് വെയിറ്റ് ചെയ്തിരിക്കാം. മതി. ഓക്കെ. അപ്പോ എന്നാ പിന്നെ നമുക്ക് ആഘോഷം തുടങ്ങാം. പാടാം, അടിച്ച് പൊളിക്കാം.